അതുകൊണ്ട് തന്നെ ഞാൻ പോയതിൻ്റെ തലേ ദിവസം അവിടെ ഭയങ്കര തിരക്കായിരുന്നു എന്ന് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ, അങ്ങനെ ഒറ്റയ്ക്ക് വന്നിട്ട് പാൽപ്പായസമൊക്കെ വാങ്ങി വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭഗവാൻ ആ പാൽപ്പായസം എങ്ങനെയാണ് കേടാക്കുക? അങ്ങനെ കേടാവൊന്നുമില്ല. എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയല്ലേ ഭഗവാൻ അതൊക്കെ നമുക്കൊക്കെ തരുന്നത്. അപ്പോൾ എല്ലാവരും ഒറ്റയ്ക്കൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? ഒറ്റയ്ക്ക് വന്ന അനുഭവങ്ങളൊക്കെ എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടാവും, സുഹൃത്തിൻ്റെ ഒപ്പരൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാവരും വരിക. ഗുരുവായൂർ തിരക്കൊക്കെ ഉണ്ടാവും. തിരക്ക് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ. ഗുരുവായൂർ തിരക്കില്ലെങ്കിൽ എന്ത് ഗുരുവായൂരില്ലേ? തിരക്കിനിടയിലൂടെയാണ് ഗുരുവായൂരിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഒരുപാട് ആളുകളെ, പല ദേശങ്ങളിൽ നിന്നുള്ള ഭക്തരെ കാണുന്നത് തന്നെ ഒരു സന്തോഷമല്ലേ? അപ്പോൾ തിരക്ക് ഗുരുവായൂർ ഒരു പ്രശ്നമില്ല. തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെ ഗുരുവായൂരിലേക്ക് വരിക. ക്യൂ നിൽക്കണമെന്ന് പ്രതീക്ഷിച്ച് തന്നെ ഗുരുവായൂരിലേക്ക് വരിക. ക്യൂ നിന്ന് തൊഴുത് പുറത്തിറങ്ങിയിട്ട് ആ കന്മതിലിൻ്റെ അരികിൽ കുറച്ചു നേരം ഇരിക്കുക, ക്ഷീണം മാറ്റുക, പുറത്തിറങ്ങുക, മമ്മിയൂര് പോവുക. മമ്മിയൂരേക്ക് പോകുമ്പോഴേ നടക്കുമ്പോഴേ ആ ഒരു കാറ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് അനുഭവിച്ചിട്ട് മമ്മിയൂര് പോവുക, മമ്മിയൂര് തൊഴുത് വരിക. അങ്ങനെ ഗുരുവായൂരിനെ ഒരു ഉത്സവമായിട്ട് കാണുക അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ വേണ്ടത്? ഹരേ കൃഷ്ണ.